ചേച്ചി, ഈ വീട്ടിലല്ലേ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനെ നോക്കാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്? അതെ അതെ, ഇവിടെയാ. എന്താ പേര്? ബിന്ദു. അത് അകത്തോട്ട് വാ ബിന്ദു, അകത്തോട്ട്. ബിന്ദു വേറെ വീടുകളിൽ നിന്നിട്ടുണ്ടോ? ഞാൻ വേറെ വീടുകളിൽ പോയിട്ടുണ്ട് ചേച്ചി. എവിടെയാ കൊച്ചി കിടക്കുന്നത്? കൊച്ചി ഈ മുറിയിലുണ്ട്. ഞാൻ ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ എടുത്തിട്ട് അപ്പത്തെ മുറിയിൽ. ശരി. അയ്യോ എന്റെ പൊന്നു കൊച്ചേ, ഈ പ്രസവിച്ച് കിടക്കുന്ന പിള്ളേർ ആരെങ്കിലും ഇങ്ങനെ ചുരുണ്ട് കിടക്കുമോ? നിവർന്നല്ലേ കിടക്കേണ്ടത്, കൈയും കാലും നല്ല നിവർത്തിയാ കിടക്കേണ്ടത്. നേരെ കിടന്ന് ഈ ബിന്ദുവിന് എല്ലാ കാര്യവും നോക്കും കേട്ടോ. നടന്നാ വന്നത്. എന്നാ പിന്നെ ബസ്സിൽ വന്നാ പോരെ? ബസ്സിന് കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു മോളെ. അതുകൊണ്ട് ഇത്ര കിലോമീറ്റർ ഞാൻ നടന്നു വന്നത്. അയ്യോ എന്തോ ഞാൻ മോനാ. ആണായാലും പെണ്ണായാലും എന്താ, കിട്ടിയത് പൊന്നു പോലെ നോക്കണം അല്ലേ മോളെ? ഇത് ആദ്യത്തെ കുഞ്ഞാണോ? അതെ. ഇതെന്തിനാ? കൊച്ചിന്റെ ഡയറിയാണോ? കൊച്ചെന്താ പ്രസവിച്ച് കിടന്നിട്ട് എഴുതി പഠിക്കുകയാണ്? ഓ അതോ ആൻറ്റി, അത് ഞാൻ ചുമ്മാ എന്തെങ്കിലും കുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാ. ഇത് ഞാൻ അങ്ങോട്ട് വെച്ചോട്ടെ? അവിടെ വെച്ചോ, കുഴപ്പമില്ല, വെച്ചോ. ഇതെന്റെ തുണികളാ. ഒരു മാസം ഇനി ഇവിടെ നിൽക്കാനുള്ളതല്ലേ മോളെ. പിന്നെ ഞാൻ 2-3 ദിവസത്തേക്കുള്ളതേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ഇവിടുത്തെ കൊച്ചമ്മേരൊന്നും വാങ്ങിച്ചാൽ കിട്ടുള്ളൂ. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആരെങ്കിലും തരുന്ന ഡ്രസ്സ് ഇട്ടുണ്ട്. അതുകൊണ്ട് 2-3 ദിവസത്തതേ കൊണ്ടുവന്നുള്ളൂ. ബാക്കി ഇവിടെ നിന്ന് വാങ്ങിച്ചിടാന്ന് വിചാരിച്ചു. ആൻറ്റി ഇതിന് മുന്നേ വേറെ വീടുകളിൽ നിന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ എല്ലാ മാസവും ഓരോ വീടുകളിലപ്പോൾ 1 വർഷം 12 പ്രസവം നോക്കുക എന്നത് എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാ മാസവും ഇങ്ങനെ പോവും. ഇങ്ങനെ പ്രസവം കഴിഞ്ഞിട്ട് പിള്ളേരുണ്ടെന്നൊക്കെ എങ്ങനെ അറിയും ആൻറ്റി? അത് പിന്നെ അവിടെ ഒരു ബ്രോക്കറുണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാളിങ്ങനെ ഈ ചോദിച്ചൊക്കെ വെച്ചിരിക്കും. പിന്നെ കുറച്ച് കമ്മീഷൻ കൊടുക്കണം. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് 1% അങ്ങേർക്ക് കൊടുക്കേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ആപ്പിളുകൾക്ക് എന്താ വില അല്ലേ? അയ്യോ ഇതെന്താ ആപ്പിളാണോ? എനിക്ക് വേണ്ടായിരുന്നു. ഇങ്ങനെ തന്നേക്ക്. അയ്യോ അത് ഞാൻ മോക്ക്. ആപ്പിൾ ഇപ്പം വേണ്ടാന്ന് ചേച്ചി. ഉച്ചക്ക് ഞാൻ ചോറ് കഴിക്കും. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇതുപോലെ ഒരു ആപ്പിൾ വേണം. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഒരു ആപ്പിൾ വേണം. പിന്നെ 4-4:30 ആകുമ്പോൾ ഒരു ചായയും ഒരു പലഹാരവും വേണം. ഉച്ചക്ക് ചോറ്, രാത്രി ചോറ്, വയറ് നിറച്ച് ചോറ് കഴിക്കണം. പിന്നെ ഒരു കാര്യം, അടുക്കള പണിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കൊച്ചിന്റെ കാര്യം നോക്കും. പിന്നെ ഉള്ള കാര്യം, പകല് ഒരു 2 മണി വരെ, ഒരു 1 മണിക്ക് ഞാൻ ചോറ് കഴിച്ചിട്ട് 1:30 മുതൽ 3 മണി വരെ എനിക്ക് ഉറങ്ങണം. അത് നിർബന്ധമാണ്. അതെന്താ പകലൊരു ഉറക്കം? എല്ലാവരും രാത്രിയല്ലേ ഉറങ്ങുന്നത്. പകലെന്തിനാ ഉറങ്ങുന്നത്? രാത്രി മൊത്തം കൊച്ചിനെ നോക്കി തള്ളയെ നോക്കി ഇരിക്കണ്ടേ?
അപ്പം അതുകൊണ്ട് 1:30 മുതൽ 3 മണി വരെ ഞാൻ ഉറങ്ങും. ഉറക്കം എണീച്ച് വരുമ്പം ഇതുപോലെ ഒരു ആപ്പിൾ വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വയ്യ, ഒന്നും കഴിക്കാൻ വയ്യന്നേ. ഈ രാത്രി പിള്ളേരെയൊക്കെ നോക്കി എണീച്ചിരുന്നിരുന്ന് എനിക്ക് വയ്യ. അപ്പൊ എങ്ങനെയാ ബിന്ദു ശമ്പളത്തിന്റെ കാര്യമൊക്കെ? ശമ്പളം ബ്രോക്കർ പറഞ്ഞില്ലേ 30 തികച്ചും വേണം. പോകുന്ന അന്ന് എനിക്കൊരു പുതിയ സാരി വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് തരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ല തേങ്ങയോ പിന്നെ വേറെ പഴയ നൈറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നാൽ മതി, ഞാൻ കൊണ്ടുപോകും. ഇന്ന് മുതൽ 30 ദിവസം ഞാൻ ഇവിടെ നിൽക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. നിങ്ങളെ മോളെയും കൊച്ചിനെ നോക്കുന്നതിന് ഞാൻ ഏറ്റു. പിന്നെ പറയാനുള്ളത് പറയണമല്ലോ ചേച്ചി. ഇവിടെ ഈ തറയിൽ ഒരു മെത്ത ഇട്ട് തരണം എനിക്ക് കിടക്കാനായിട്ട്. പറമ്പിലൊന്നും കിടക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കുറുക്കിന് ഭയങ്കര വേദനയാണ്, അത് ഓർമ്മിക്കണം. പിന്നെ ഒരു ചെറിയ തലങ്ങണ വേണം, ഒരു പുതപ്പ് വേണം. എൻ്റെ തുണികളെല്ലാം ഞാൻ തന്നെ നനയ്ക്കും. കൊച്ചിൻ്റെയും തള്ളയുടെ തുണികൾ നിങ്ങൾ തന്നെ നനയ്ക്കാം. കൊച്ചിനെ രാത്രി നോക്കുക, കൊച്ചിനെ കുളിപ്പിക്കുക, കൊച്ചിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, തള്ളയെ കുളിപ്പിക്കാൻ എണ്ണ തേച്ച് കൊടുക്കുക, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ എനിക്ക് പണിയുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ നോക്കണം കേട്ടോ. കഷ്ടപ്പാടാണ് കഷ്ടപ്പാട്. എന്തോ ചെയ്യാനാ. വീട്ടിലാരൊക്കെയുണ്ട്? ഓ, വീട്ടിലെല്ലാവരും ഉണ്ട്. മോന് ഗവൺമെന്റ് ജോലിയുണ്ട്, സ്കൂളിലെ സാറാ. അവിടെ നമ്മുടെ സിറ്റിയിലാണ് അവർ താമസിക്കുന്നത്. പിന്നെ മോളുള്ളത് അവള് കാനഡയിലാണ്. പിന്നെ ഭർത്താവ് മാഷായിരുന്നു, റിട്ടയർഡായി. വീട്ടിലിപ്പോൾ വലിയ കൃഷിപ്പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളിക്കാരങ്ങ് ഭയങ്കര തിരക്കാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്കൊക്കെ ചെയ്യാനേ. പണ്ടല്ലേ മോളെ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരല്ലേ മോളെ ആശ്രയിക്കുന്നത്, ഈ പ്രസവരക്ഷ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സഹായം, നമ്മളെ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സഹായമോ? ഇതോ സഹായം? ഞാൻ ഡിമാൻഡൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ. 30,000 കൊടുക്കുകയും വേണം. സാരിയും തേങ്ങ മാങ്ങയൊക്കെ ഇവളെൻ്റെ വീട് മുടിപ്പിച്ചിട്ട് പോകും. ഒരു സംശയം. അപ്പം ഞാൻ ഡ്യൂട്ടിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാം. എടുത്തു മാറ്റി. അച്ഛൻ തങ്കം പോലത്തെ ഒരു കുഞ്ഞാ കേട്ടോ. മുത്താണ് മുത്ത്. പിന്നെ മുത്തേ കുഞ്ഞേ. ഉച്ചു കരയില്ലടാ, കരയില്ലേ. Thank you.